many members of within the party or Bolshevik party, they were criticized the collectivization of farms, and also they were criticized the industrial mechanization plant economy that was introduced by the Stalin. And those who are against this collectivization, Lenin sent them jail and severe punishment that was given. അതായത് ലെനിൻ അല്ല, സ്റ്റാലിൻ്റെ ഈ കളക്ടിവൈസേഷൻ മെത്തേഡ് പെസൻസിനും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. വെറൈറ്റി ഓഫ് റീസൺ കാരണം അവർ ഇങ്ങനെ ഒരു കളക്റ്റീവ് ഫാമിൽ ജോലി ചെയ്യാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. പല ആളുകളും ബോൾഷെവിക് പാർട്ടിയിൽ ഇറ്റ്സെൽഫിലെ പല ആളുകളും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തു, കളക്റ്റീവ് ഫാമിങ്ങിനെ ക്രിട്ടിസൈസ് ചെയ്തു. പക്ഷേ ക്രിട്ടിസൈസ് ചെയ്തെങ്കിൽ കൂടി അവരൊക്കെ ഈ ഒരു ഇതിന് സോഷ്യലിസത്തിന് എതിരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതായിരുന്നു സ്റ്റാലിൻ കൺസിഡർ ചെയ്തത്. ദാറ്റ് was the reason they were sent to jail. In 1928, the party members, the Bolshevik party members, they were toured among different places where the grain producing areas, and they were visited or toured in a grain producing areas and supervising enforced grain collections, and also raiding the kulaks. Kulaks means the name given to well-to-do peasants. The problem of acute shortage of food grains is not solved yet, so the decision was taken to assign collectivized farms. That means the small peasants, they would do their agriculture in a small holdings. After 1970, the land was given over to peasants. In small scale, small holdings, it is not possible to mechanize the farming with the machineries. So the farms is taken from the peasants and all the farms combined together and to make it under the state controlled and to eliminate the kulaks. That means അക്യൂട്ട് ഷോർട്ടേജ്, ഫുഡ് ഗ്രെയിൻസിൻ്റെ ഷോർട്ടേജ് കണ്ടിന്യൂ ചെയ്യാനായിരുന്നു. അത് കാരണം ബോൾഷെവിക് പാർട്ടീസ് എവിടേക്കാണോ ഫുഡ് ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഏരിയ വിസിറ്റ് ചെയ്തു. ദെൻ എവിടേക്കാണ് ഫുഡ് ഗ്രെയിൻസ് കളക്ട് ചെയ്ത് വെക്കുന്നത്, സാധാരണയായിട്ടും പെസൻസ്, അതായത് വെൽ ടു ഡു പെസൻസിനെ കുലാക്സ് എന്ന് വിളിക്കുന്നത്, അവരായിരുന്നു മെയിനായിട്ടും അഗ്രികൾച്ചറിലെ ഫുഡ് ഗ്രെയിൻസ് കളക്ട് ചെയ്തിരുന്ന ആളുകൾ, അല്ലെങ്കിൽ അത് സൂക്ഷിച്ചിരുന്ന ആളുകൾ. അപ്പം ഈ ഷോർട്ടേജ് കൂടി വരാമെന്നുള്ളത് അത് കുറഞ്ഞു വന്നില്ല. കുറഞ്ഞാത്തത് കാരണം ബോൾഷെവിക് പാർട്ടി സ്റ്റാലിൻ്റെ ലീഡർഷിപ്പിൽ കളക്റ്റീവൈസ് ഫാംസ് എന്നുള്ളൊരു ഉദ്ദേശം മുന്നോട്ട് വെച്ചു. അതായത് ചെറിയ ചെറിയ ഹോൾഡിങ്സ്, അതായത് ഓരോ പെസൻസിനും സാധാരണയായിട്ടും അവർ കൃഷി ചെയ്യുന്നത് സ്മോൾ ഹോൾഡിങ്സിലായിരിക്കും, അതായത് കുഞ്ഞു പീസ് ഓഫ് ലാൻഡിലായിരിക്കും കൃഷി ചെയ്യുക. ആ പീസ് ഓഫ് ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുമ്പം ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ദേ ക്യാൻ ഏൺ. അപ്പം അത് ഒഴിവാക്കുക. അതേപോലെ അത് ഒഴിവാക്കാന്ന് മീൻസ് ഒരു ലാർജ് ഏരിയയിലാണെങ്കിൽ മെക്കനൈസ്ഡ് ഫാമിംഗ് ഈസ് പോസിബിൾ, അതായത് മെഷീൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലൈൻസിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ ഈസിയാണ്. ചെറിയ ഹോൾഡിങ്സിൽ മെഷീൻസോടൊന്നും കൾട്ടിവേറ്റ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. സോ ദ ഗവൺമെൻറ് അണ്ടർ സ്റ്റാലിൻ ദേ വർ ഡിസൈഡഡ് ടു എലിമിനേറ്റ് ദ കുലാക്സ്. അതായത് ഈ പെസൻസിനെ, വെൽ ടു ഡു പെസൻസിനെ അങ്ങോട്ട് ആ കുലാക്സ് എന്ന സംഭവം അവിടെ ഒഴിവാക്കുക. പകരം എല്ലാ പെസൻസിൻ്റെ കയ്യിൽ നിന്നും ഭൂമി ഒരുമിച്ചെടുത്തിട്ട് അത് സ്റ്റേറ്റ് കൺട്രോളിൽ കൃഷിസ്ഥലം ഒരുമിച്ച് ആക്കുക. ഈ കൃഷിസ്ഥലം ഒരുമിച്ച് ചേരുമ്പോൾ ഇത് വലിയൊരു ലാർജ് ഏരിയ ആവും. ആ ലാർജ് ഏരിയയിൽ മെക്കനൈസേഷൻ ഇസ് പോസിബിൾ. മെക്കനൈസേഷൻ മീൻസ് അഗ്രികൾച്ചറിൽ മെഷീൻസ് ഉപയോഗിച്ചിട്ട് കൾട്ടിവേഷൻ നടത്താൻ പോസിബിൾ ആവും. അങ്ങനെ ആകുമ്പം അതിലെ പ്രൊഡക്ഷൻ മൊത്തം സ്റ്റേറ്റിൻ്റെ അണ്ടറിലാവും അല്ലെങ്കിൽ കൺട്രോളാവും. അങ്ങനെ ആ കിട്ടുന്ന Lenin followed. The Stalin followed the program of collectivization or collective agriculture. By 1929, Stalin captured the land from the peasants and there was started collectivization of farms in Russia. And the peasants forced to work in collective farms, that is a kolkhoz, and their share, that means their profit is shared to all the members. And the farmers or the peasants, they were against the authority and they were despotic in nature of the authorities, and they were trying to make what followed was Stalin's collectivization program. They were continued in the year 1929. The party forced all peasants to do or cultivate in collective farms. That is, a collective farms is known as kolkhoz.
In the collective farms, the bulk of lands are combined together, and the farmers they were to do cultivate in this land, and their profit becomes shared among all the people. The peasants work on the land, and the kolkhos, that's collective farms profit was shared. The entrenched peasants they were resist the authorities and they destroyed their livestock. അതായത് പെസൻസ് ഈ ഒരു കളക്റ്റീവൈസേഷനോട് അവർ എതിരായിരുന്നു. ആൻഡ് എൻട്രേഞ്ച്ഡ് പ്രസൻസ് ഇൻ ദ ഇയർ 1929 to 1931 the number of their livestock reduced or fell by one third. Those who resisted the collectivization program that was introduced by Lenin severely punished by the party. Many were deported and many of the peasants they were exiled. And the peasants they were argued that they were not against the concept of socialization but they were against the collective farms due to number of reasons. The Stalins allowed some of the peasants to do and independently in cultivating their farms, but they treated in very unsympathetic nature. And the peasants they argued that they were not rich, they were not against socialism, but in variety of reasons they were not interested to do in collective farms.